അല്ലേ ആ സൈഡ്. സോ നിങ്ങളുടെ മുമ്പിലാണ് കൊളാപ്സ് ചെയ്യും. ഇയാൾ നടക്കി മുമ്പിലാണ് എന്തൊക്കെ ചെയ്തു ഞാൻ പറഞ്ഞൊരു ഓർഡർ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്തു. ഒരാൾ കുഴഞ്ഞു കിടക്കും. നിങ്ങൾക്ക് പോയി കിടക്കാണോ? കുഴഞ്ഞു കൊണ്ട് കിടക്കാം. അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, സീൻ സേഫ്റ്റി. ചിലപ്പോൾ ഷോക്കടിച്ച് കിടക്കായിരിക്കും. കൂടെ ഷോക്കടിച്ച് കിടക്കേണ്ടി വരും. മനസ്സിലായി? സോ സീൻ സേഫ്റ്റി. ഓക്കെ, ചുറ്റോടെ നോക്കി കുഴപ്പമില്ല. നമ്പർ 2 റെസ്പോൺസ് ഉണ്ടോ ചെക്ക്. യെസ്, നോ. തട്ടി വിളി. ഒരു കാര്യം ചെയ്യാം, ഒന്നുകൂടെ പറയാം പെട്ടെന്ന്. ഓക്കെ, കുഴഞ്ഞ് കിടക്കുന്നു. ആദ്യം നമ്പർ 1 സീൻ സേഫ്റ്റി. സീൻ സേഫ് ആണ്. Then I'm checking his response. Hello, ചേട്ടാ. There is no response. So the third step, call for her. അയ്യോ ആരും ഓടി വരണേ വിളിച്ചു. Take my mobile phone. ഞാൻ 112 വിളിക്കുന്നു. വിളിച്ച് ഞാൻ ഇൻഫർമേഷൻ കൊടുക്കുന്നു. ഓർ താങ്കൾ വരുന്നു, ഹെൽപ്പ് ചെയ്യാൻ വരികയെന്ന് വിചാരിക്കാം. പറയുകയാണെങ്കിൽ പറയുന്നു, ഇത്രയും പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു കിടക്കുകയാണ്, മനുഷ്യർ വേണ്ടി വിളിച്ച് ആംബുലൻസ് വിളിക്കണം, പല ഹോസ്പിറ്റലിൽ അറിയിക്കണം, വിളിക്കാം. എന്നിട്ട് തിരിച്ചു വരിക, ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും എന്ന് പറയും. എന്നിട്ട് ദ തേർഡ് തിങ് നമ്മൾ നോക്കി പറ്റുകയാണെന്ന് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മളിത് ഹാർട്ട് റേറ്റ് നോക്കുന്നതിന് കൂടുതൽ റെസ്പിറേഷൻ നോക്കുന്നു. ഇല്ല, 5 seconds റെസ്പോൺസ്. നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ ആരംഭിക്കണം. ഫേം ഫ്ലാറ്റ് സർഫസിൽ കിടത്തി, ഫേം ഫ്ലാറ്റ് സർഫസ്. എന്നിട്ട് കംപ്രഷൻ ആരംഭിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ റെസ്പോണ്ടിൻ്റെ ലോവർ ഹാഫ് അവിടെ എൻ്റെ കൈ വെച്ചു, മോള് കണച്ചു വെച്ചു, നേരെ മോളിൽ വന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 22, 23, 24, 25, 26, 27, 28, 29, 30. കംപ്രഷൻ കൊടുത്തു. നമുക്ക് അറിയാവുന്ന ആളാണ്, വേണ്ടപ്പെട്ട ആളെ മാത്രം ഗോ ഹെഡ് വിത്ത് യുവർ ആക്ച്വൽ റെസ്പിറേഷൻ, മൗത്ത് ബ്രീതിങ്. അല്ലെങ്കിൽ വേണ്ട, ഒരു ലേ പേഴ്സൺ നമ്മളിപ്പം കോവിഡിൻ്റെ ശേഷം നമ്മൾ പറയുന്നില്ല. സോ കിടത്തി നമ്മളിപ്പോൾ വേണ്ട ആണെങ്കിൽ ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ്. ഞാൻ ഇത് പിഞ്ച് ചെയ്തു, ചേർത്ത് വെച്ചുകൊണ്ട് 2 ശ്വാസം കൊടുത്തു. ഇതാണ് പ്രൊസീജിയർ. ഓക്കെ, സോ അതെ നമ്പർ 1 സീൻ സേഫ്റ്റി. ഓക്കെ, ഫൈൻ. വിളിച്ചോ. റെസ്പോൺസ് ഫൈൻ. ഇനി അടുത്ത് കോൾ ഫോർ ഹെൽപ്പ്. വിളിച്ചു വിളിച്ച ആരും കേട്ടില്ല. അങ്ങനെ എന്താ ചെയ്തു വരികയാണെന്ന് പറയും. പറ്റുന്ന ആൾക്ക് നമ്മളെന്താ പറയാൻ പോകുന്നത്? ഇങ്ങനെ ആൾ കുഴഞ്ഞു വേണ്ടിയിട്ടുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് ആംബുലൻസ് വിളിച്ചിട്ട് കമ്പാക്ട്.